അപ്പോൾ ഞങ്ങൾ വിസ്കോൺസിൻ തന്നെയുള്ളത്. പിറ്റേ ദിവസം രാവിലെ വിസ്കോൺസിൻ്റെ രണ്ടാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ ആദ്യം പോകുന്നത് വാഷിങ്ടൺ ഐലൻഡിൽ ആണ് പോകുന്നത്. അവിടെ ഒരു ഫെറി സർവീസ് ഉണ്ട്. അപ്പോൾ ഫെറിയിൽ നമുക്ക് നമ്മളെ വണ്ടിയൊക്കെ കയറ്റാം. 1000 ഫീറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അറൈവ് ചെയ്യും. നമ്മൾ ബീച്ച് കാണുന്നുണ്ട്. സോ വി ക്യാൻ നമുക്ക് നമ്മളെ കാറ് വണ്ടി ഫെറിയിൽ കയറ്റാൻ പറ്റും. ദാറ്റ്സ് സംതിങ്. നമ്മുടെ നാട്ടിലൊക്കെ ജങ്കാർ സർവീസ് ഒക്കെ അല്ലേ, അതിൻ്റെ ഒരു മോഡൽ. പോയി നോക്കട്ടെ. ഇങ്ങനെ വണ്ടി നേരെ കയറ്റാൻ പറ്റുമോ? Okay, thank you. പാർക്ക് ചെയ്ത വണ്ടി ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ ഫെറിക്ക് വെയിറ്റ് ചെയ്യാണ്. ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ബാഗിലൊക്കെ വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടികളിപ്പോൾ കയറാൻ തുടങ്ങി. നമ്മളെ മറ്റേ സൈഡാണ് കയറ്റാൻ തുടങ്ങുന്നത്. ഇത് പാഫിലുണ്ട്. ഇത് കണ്ടില്ലേ, വാഷിങ്ടൺ ഐലൻഡിലേക്കുള്ള പാഫാണ്. പിന്നെ നമ്മളെ വണ്ടി കയറ്റട്ടെ. ഇത് 1 year വാലിഡിറ്റി ഉണ്ടെന്നാണ് ഇതിൽ പാഫിൽ എഴുതിക്കുന്നത്. വാലിഡ് ഫോർ 1 year, ഗുഡ് ഫോർ 1 year. വർഷത്തേക്ക് came here and there's a sports car. Yeah, sports car. I saw that. നമ്മുടെ വണ്ടി ഫെറിയിലേക്ക് കയറ്റുകയാണ്. മിഷിഗൺ ലേക്കിലൂടെ വാഷിങ്ടൺ ഐലൻഡിലേക്കുള്ള ഫെറി. അവിടെ ചില സ്പോർട്സ് ഒക്കെ ഉണ്ട് കാണാൻ. $66 അങ്ങനെ കാറ് കയറ്റുകയാണ്. പോകാനല്ല പറഞ്ഞ്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഫെറീൻ്റെ മേലെ കയറി ഫെറി സ്റ്റാർട്ട് ചെയ്തു. പോയിക്കൊണ്ടിരിക്കുകയാണ് മിഷിഗൺ ലേക്കിന് കുറുകെയായിട്ട്. വേറൊരു കാര്യത
ഏകദേശം ലാൻഡിനോട് അടുത്തിട്ടുണ്ട്. ഏകദേശം ഇവിടെ എത്തി. പാർക്കിംഗ് ചെയ്തപ്പോൾ ബോട്ട് നിർത്താനാവുന്നതിനും ആയി. ഇപ്പം നമ്മൾ വണ്ടിയിൽ താഴ്ത്തി പോട്ടെ, വണ്ടിയിലെത്തി പോട്ടെ. ഒരു പരക്കുന്ന തൊട്ടുണ്ട്. വണ്ടി പുറത്തേക്ക് ഇരിക്കുകയാണ്. ആദ്യമായിട്ട് ഇറങ്ങി എവിടേക്കാണ് പോകേണ്ടത്? ഇപ്പോൾ ഞങ്ങള് ഈ ഫെറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഈ വാഷിങ്ടൺ ഐലൻഡിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു ലാവൻഡർ ഫാമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതൊക്കെ മാപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയിട്ടില്ല. കുറച്ച് നേരം എന്തെങ്കിലും കറങ്ങി നോക്കാം. പോയിക്കോട്ടെ. നല്ല മനോഹരമായ സ്ഥലമാണ് വാഷിങ്ടൺ. ഈ വന്ന ഫെറീന് ഡെത്ത് ഓഫ് ഡോർ അല്ലേ, എന്താ പറയുക? ഡോർ ഓഫ് ഡെത്ത്. അതെ, എന്താ പറയുക? അതിനെ ഫെറി വന്ന പാത്തിന്, ഫെറീനല്ല, ഫെറി വന്ന പാത്തിന് ഡോർ ഓഫ് ഡെത്ത്. അതിന് ഹിസ്റ്റോറിക്കൽ റീസൺസ് ഒക്കെ ഉണ്ട്. ഈ മാപ്പ് ഇങ്ങനെ കണക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം എത്താനായതോടെ 0.1 മൈലില് ഡെസ്റ്റിനേഷൻ വിൽ ബി ഓൺ റൈറ്റ്. ഇവിടെ റേഞ്ചൊക്കെ ഇവിടെ കഷ്ടമാണ്. നമ്മള് വരുമ്പോ തന്നെ ഒരു ജംഗ്ഷനിലൊരു നെയിം ബോർഡ് കണ്ടിരുന്നു. എൻട്രൻസ് ഇവിടെ ആയിരിക്കില്ലേ? Your destination is on the right. Thank you. ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. പോയി നോക്കട്ടെ. ലാവൻഡർ ഉണ്ടാവുമായിരിക്കും. ലാവൻഡർ ഫാമിനകത്തെത്തി. ലാവൻഡർ ഒന്നും കാണുന്നില്ല, പക്ഷെ നല്ല അന്തരീക്ഷത്തിൽ ആ മണമുണ്ട്. പോയി നോക്കട്ടെ. ലാവൻഡറിൻ്റെ സീസൺ കഴിഞ്ഞാണോ ആവുന്നുള്ളതെന്ന് അറിയില്ല. കാരണം പൂ കാണുന്നുണ്ട്, പക്ഷെ അത് ആ വയലറ്റ് കളറല്ല. അന്തരീക്ഷത്തിൽ മൊത്തം ആ മണമുണ്ട്. ഇപ്പോൾ ഈ ചെടീൻ്റെ അടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ എൻ്റെ മണമുണ്ട്. ഇതൊരു ഫാമിൻ്റെ ഭാഗമാണ്. അവിടെ ഫോട്ടോ സെഷനാണ്. ഇവിടെയൊക്കെ പൂവുണ്ട്, പക്ഷെ കളറായിട്ടില്ല. നമ്മുടെ അവിടെയൊക്കെ ഉണ്ട്, ആയി വരുന്നു. ഇവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിൽ പോയി നോക്കട്ടെ. ലാവൻഡറിൻ്റെ പല ഐറ്റംസ് ഉണ്ടാവുമായിരിക്കും. കാരണം ഇവരൊരു ബിസിനസ് ഫാമാണിത്. ഞങ്ങൾ ഈ ലാവൻഡർ ഗാർഡനിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇനി അടുത്തത് പോകുന്ന ഇവിടെ തന്നെ ഒരു ചർച്ച് ഉണ്ട്. ഇവിടെ പഴയ കാലത്തുള്ള ഇതൊരു ചർച്ച് ഉണ്ട്. അത് വളരെ തൊട്ടടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫെറിയിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് വിസ്കോൺസിൻ തൊട്ടടുത്ത് തന്നെ 0.2 മൈൽ ഉണ്ടായിരുന്നുള്ളൂ. മിക്കവാറും ഈ കാർ എടുത്ത് അവിടെ തന്നെയായിരിക്കും പോകുന്നത്. വന്ന സ്ഥലം പ്രയർ പാർക്ക്, വാഷിങ്ടൺ. ഇവിടെ എത്തി. ഇനി പോയോട്ടെ. ഇവിടെ ഒരു വുഡൻ പാത്വേ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ നല്ല മരങ്ങളായിട്ട് നല്ല ശീതളച്ചായുള്ള നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. ചർച്ചാണ്.
പ്രശാന്ത സുന്ദരമായ ഒരു കാട് നിറത്തിലുള്ള ചർച്ചാണ്. ആരാധന അങ്ങനെ ഞങ്ങൾ ഈ ചർച്ച് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇത് 1991 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വർഷിപ്പ് 95 പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ചിലപ്പോൾ പ്രാർത്ഥന ഉണ്ടാവുമായിരിക്കും. അത് ആഴ്ചയിൽ തന്നെ പ്രത്യേക ദിവസങ്ങളിൽ ഫണ്ടേ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിലായിരിക്കും. എന്തായാലും നല്ലൊരു സ്ഥലം. നമ്മൾ ഫെറി പിടിച്ച് തിരിച്ച് വിസ്കോൺസിൻ മെയിൻലാൻഡിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് ഒരു മറ്റേ സിസ്റ്റർ ബേയിൽ പെബിൾ ബീച്ചിൽ പോകണമെന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകും, വെസ്റ്റ്മൗണ്ടിലേക്ക് പോകും. ഇതിന് തൊട്ടപ്പോൾ ഓപ്പോസിറ്റ് ഒരു വലിയ ചർച്ചുണ്ട്. ഞങ്ങൾ ആ ചർച്ചും ലാവൻഡർ ഫാമൊക്കെ കഴിഞ്ഞ് തിരിച്ചിതാ നമ്മളെ ഫെറീൻ്റെ ബോർഡിംഗ് പോയിന്റിലെത്തി. നമ്മൾ ആ ഫെറിയിൽ കയറാം. ഫെറി ഉണ്ട്, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് എവിടെ? ഫില്ലായി തോന്നുന്നില്ല കണ്ടിട്ട്. കയറുന്നില്ല, ഒരാൾ കയറുന്നില്ല. ഞങ്ങൾ രണ്ടാമത് ഫെറിയിൽ ബോർഡ് ചെയ്തു. പോകാൻ നിൽക്കുമ്പോൾ അടുത്ത ഫെറിയിലത്തെ ആൾക്കാരെ ഇറക്കുന്നുണ്ട്. അവിടുത്തെ ഡ്രൈവർമാരുണ്ടാവണം, അതുകൊണ്ട് കാറൊന്നും പുറത്ത് ഇറങ്ങിയിട്ടില്ല. നമ്മളെ ഫെറി പോകാൻ റെഡിയായിട്ടിരിക്കുക. ഐലൻഡിനോട് ബൈ ബൈ പറയുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വാഷിങ്ടൺ ഐലൻഡ് വിട്ട് നമ്മളെ ഫെറി പോവുകയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കഴിയുന്നത്. ഈ ഫെറിയിലൂടെയുള്ള വാഷിങ്ടൺ ഐലൻഡിലേക്ക് ഫെറി വഴിയുള്ള യാത്ര. അങ്ങനെ നമ്മുടെ ഫെറി മെയിൻലാൻഡിൽ തിരിച്ചെത്താനായി. താഴത്തിറങ്ങട്ടെ, കാറിൽ കയറി അടുത്ത സ്പോട്ടിലേക്ക് പോകണം.